ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വൈറ്റ് ബീഡ്സും ഗോൾഡൻ ബീഡ്സും പെൻഡൻറ്റും വെച്ചിട്ടുള്ള ഒരു ലോങ് മാല ചെയ്യാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 4 mm വൈറ്റ് ബീഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 mm ഗോൾഡൻ മെറ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് ജംറിങ്, ഇത് ഫ്യൂസ് വയർ ആണ്, ലോബ്സ്റ്റർ ഹുക്ക്, ഇത് ട്രാൻസ്പെറൻറ്റ് നൈലോൺ ഫിഷ് ലൈൻ ആണ്, നമ്മൾ മാലയൊക്കെ ചെയ്യുന്ന ഫിഷിംഗ് ലൈൻ, പീകോക്ക് പെൻഡന്റ്. ഇത്രയുമാണ് നമ്മൾ ഈ മേക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. ഇനിയുള്ളത് ടൂൾസ് ആണ്. റൗണ്ട് നോസ് പ്ലെയർ, കട്ടിംഗ് പ്ലെയർ, പ്രസ്സിംഗ് പ്ലെയർ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മേക്കിംഗ് എന്ന് നോക്കാം. ആദ്യമായി നൈലോൺ ത്രെഡ് നീളത്തിൽ തന്നെ മുറിച്ചെടുക്കുക. കുറച്ചധികം നീളം തന്നെ വേണം, കാരണം നമ്മൾ ഈ ബീഡ് കെട്ടി കോർത്ത് വരുമ്പോഴത്തേനും ഇതിൻ്റെ നീളം കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നീളത്തിൽ തന്നെ നൈലോൺ ത്രെഡ് മുറിച്ചെടുത്തോളൂ. ഇനി ഞാൻ ആദ്യമായിട്ട് ലോബ്സ്റ്റർ ഹുക്കാണ് കോർത്തെടുക്കുന്നത്. നമ്മൾ ഈ ലോബ്സ്റ്റർ ഹുക്ക് ഇട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിനി ബീഡ് കോർക്കാം. ഇവിടെ ത്രെഡിനെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ത്രെഡിലും 2 ബീഡ് വീതം, വൈറ്റ് ബീഡ് വീതം ഇട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ വൈറ്റ് ബീഡ്സ് നമ്മൾ കോർത്തെടുത്തു. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ 2 ത്രെഡിനെയും ഒന്നിച്ച് ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ മെറ്റൽ ബീഡ് ഒന്നിച്ചാണ് കോർക്കുന്നത്. ഈ പോർഷൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ കോർത്തെടുത്തിട്ടുള്ള ആ മെറ്റൽ ബീഡ് നമ്മളത് പിടിച്ച് ആ 4 വൈറ്റ് ബീഡിൻ്റെ സെൻറ്റർ പോർഷൻ വരത്തക്ക രീതിയിൽ താഴേക്ക് കൊണ്ടുവന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നു. ഞാൻ ആ ബീഡിനെ എടുത്ത് കണ്ടോ താഴേക്ക് കൊണ്ടുവന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നു. അപ്പോൾ ആ സൈഡിലോട്ട് നമ്മൾ ആ വൈറ്റ് ബീഡിനെ കാണാമല്ലോ. ഇരുവശത്തും സൈഡിലായിട്ടാണ് പിന്നീട് വൈറ്റ് ബീഡ് നിൽക്കുന്നത്. ആ സൈഡിൽ നിൽക്കുന്ന ഈ 2 വൈറ്റ് ബീഡിനുള്ളിലൂടെ അതാത് വശത്തെ ത്രെഡ് കോർത്തെടുക്കുന്നു. വ്യക്തമായെന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് കാണുക. ഞാൻ ഒരു തവണ കൂടി ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് അടിച്ച് പോകാതെ അത് കറക്റ്റായി മനസ്സിലാക്കി ചെയ്യുക. ഇത് സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പം നന്നായിട്ട് ക്ഷമയോടുകൂടി ചെയ്യണം. ബോറടിക്കുന്നു എന്ന് തോന്നിയാൽ നിർത്തുക, പിന്നീട് വന്നിട്ട് ചെയ്യുക. കാരണം നമ്മൾ ഈ ത്രെഡ് വളരെ നീളത്തിലാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുരുക്ക് വീഴാനും അതുപോലെ ഈ ഒടിവ് മടവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാലയുടെ മൊത്തത്തിലുള്ള ലുക്കിനെ ബാധിക്കും. നമ്മളത് വീണ്ടും റീവർക്ക് ചെയ്യേണ്ടി വരും, ഇത് നൈലോൺ ത്രെഡ് ആയതുകൊണ്ട്. അപ്പം വളരെ ശ്രദ്ധയോടും ക്ഷമാപൂർവവും ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ ബീഡിനുള്ളിൽ കൂടെ ആ ത്രെഡ് കോർത്തെടുക്കാൻ ശ്രമിക്കുന്നതാണ്. അത് ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് വെച്ച്, ബീഡ് സൈസ് വെച്ച്
കളർ കോംബോ വെച്ചിട്ട് ഈ വർക്ക് ചെയ്യാം. വൈറ്റ് ആൻഡ് ഗോൾഡ് കളർ കോമ്പിനേഷൻ സെറ്റ് സാരിയുടെ സെറ്റ് മുണ്ടിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു മാച്ചിങ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്യുന്നേ ഉള്ളൂ. ബീഡ്സ് വർക്കിൽ നമുക്ക് പല പാറ്റേണിലുള്ള നെക്ലേസ്, മാല, ലോങ് മാല, അതുപോലെ തന്നെ വളകൾ, പാദസരം ഒക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചാനലിൽ മുന്നോട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഇരുവശത്തുമുള്ള ത്രെഡിനെ കോർത്തെടുത്തു. അപ്പോൾ ദാ ഈ ത്രെഡ് ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ആ മെറ്റൽ ബോൾസ് കറക്റ്റ് സെൻറ്റർ പോർഷനിൽ വന്നു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വൈറ്റ് ബീഡ് ഇട്ട് ക്രോസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു സൈഡിലെ ത്രെഡിലോട്ട് വൈറ്റ് ബീഡിനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മറുവശത്തുള്ള ത്രെഡിനെ നമ്മളിപ്പോൾ കോർത്തെടുത്തിരിക്കുന്ന ബീഡിന് എതിർവശത്തേക്ക് കോർത്തെടുക്കണം. ഇതുപോലെ പരസ്പരം കോർത്തെടുത്തതിന് ശേഷം നമ്മൾ ആ ത്രെഡിനെ ഒരുമിച്ച് പിടിച്ച് ഇതുപോലെ താഴേക്ക് കോർത്ത് കൊണ്ടുവരിക. ഇപ്പോൾ നോക്കുക, ആ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് ചെയ്ത് പോകുന്നത്. ഒരു തവണ കൂടി ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ജംറിങ് ഇട്ട് കൊടുക്കണം.
ഈ ജംപ് റിംഗ് ആണ് നമ്മൾ പെൻഡന്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇത് ഒരു വശത്തെ സെക്ഷനാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ നീളത്തിൽ തന്നെ മറുവശത്ത് അറ്റാച്ച് ചെയ്യാനുള്ള സെക്ഷനും നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ത്രെഡ് ഉപയോഗിച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു മെഴുകുതിരിയിൽ നമ്മളിതിനെ ഉരുക്കി ഒന്നെടുക്കുന്നുണ്ട്, ഇതിൻ്റെ അറ്റം. അപ്പോൾ ആ കെട്ടഴിയാതെ അവിടെ നിന്നുകൊള്ളും. ഇതാ ഇവിടെ ഞാനിപ്പോൾ രണ്ട് വശത്തേക്കുമുള്ള ചെയിൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ ചെയിനിൻ്റെ ഇരുവശത്തുമുള്ള എൻഡിങ്ങിൽ ഞാൻ ഓരോ ജംപ് റിംഗ് വീതമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് പെൻഡന്റിലേക്ക് കണക്ട് ചെയ്യാനും മറ്റേത് ലോബ്സ്റ്റർ ഹുക്ക് കണക്ട് ചെയ്യാനും. ഇനി നമുക്ക് ഇതിലേക്കുള്ള പെൻഡന്റ് റെഡിയാക്കേണ്ടതുണ്ട്. അതിനായി ഞാൻ ഈ പീകോക്ക് പെൻഡന്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമുള്ള 5 ജംപ് റിംഗും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഹാങ്ങിങ് ബീഡ്സ് കണക്ട് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ മേക്കിങ്ങിലേക്കായി ഞാൻ ഫ്യൂസ് വയർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സെയിം വൈറ്റ് ബീഡ്സ് തന്നെയാണ് ഹാങ്ങിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു ജംപ് റിംഗിലേക്ക് 4 ഹാങ് ബീഡ് വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. ഇതുപോലെ വേണം നമുക്ക് മേക്ക് ചെയ്ത് എടുക്കാൻ. ഹാങ്ങിങ് ഉണ്ടാക്കുവാനായി ഞാൻ ആദ്യം ഈ ഫ്യൂസ് വയറിനെ നടുവിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഹാങ്ങിങ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഫ്യൂസ് വയർ ഉപയോഗിച്ച് ബീഡ്സിനുള്ളിലൂടെ കോർത്തെടുക്കുന്നു. അതിനുശേഷം ഈ റൗണ്ട് നോസ് പ്ലെയർ ഉപയോഗിച്ച് ബീഡ്സിനോട് ചേർന്ന് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. നന്നായി മുറുകെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. ആ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന കമ്പി നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഹാങ്ങിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ ഈ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇവിടെ ഇപ്പോൾ ഒരു ഹാങ്ങിങ് തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക. ഞാൻ ഒരു ജംപ് റിംഗിലേക്ക് വേണ്ട 4 എണ്ണം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെങ്ങനെ കണക്ട് ചെയ്യണം എന്ന് നോക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കണക്ട് ചെയ്യുക. ഇപ്പോൾ എല്ലാം ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പെൻഡന്റ് ഇവിടെ റെഡിയാണ്. ഇനി ഈ പെൻഡന്റിലേക്ക് വേണം നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ആ 2 ചെയിൻ കണക്ട് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഈ 2 ചെയിനും ഈ പെൻഡന്റിലേക്ക് കണക്ട് ചെയ്യാം. ഈ 2 ചെയിനിന്റെയും ജംപ് റിംഗ് വരുന്ന ഭാഗം എടുക്കുക. ആ 2 ജംപ് റിംഗുകളാണ് ഈ പെൻഡന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ ജംപ് റിംഗ് കണക്ട് ചെയ്യുകയാണ്. ഈ ഒരു വശത്ത് ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ മറുവശത്തേക്കും കണക്ട് ചെയ്യുക. ഇരുവശത്തും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മാല ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ബാക്കിലെ ലോബ്സ്റ്റർ ഹുക്ക് നമ്മൾ ജംപ് റിംഗിലേക്കാണ് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ലോങ് മാലയായിട്ടോ ഷോർട്ട് മാലയായിട്ടോ നമുക്ക് നീളം അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാൻ ഈ സെയിം പീകോക്ക് പെൻഡന്റ് വെച്ച് മറ്റൊരു മാല ചെയ്തിരുന്നു. ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന ബീഡ്സിൻ്റെ സൈസ് 4 mm ആണ്. ഈ പെൻഡന്റിൽ ഞാൻ ബീഡ്സ് വർക്കിനായിട്ട് ഗോൾഡൻ മെറ്റൽ വെയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മാലയുടെ വർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് മാലയാണ് ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ അതുപോലെ തന്നെ ഈ മാലയിൽ ചെയ്തിരിക്കുന്ന പെൻഡന്റ് വർക്ക് അത് മറ്റൊരു വീഡിയോ ആയി ഇട്ടേക്കാമേ. അപ്പോൾ നമുക്ക് ഈ മാലയുടെ ഫൈനൽ ലുക്ക് ഒന്ന് ഡിസ്പ്ലേയിൽ ഇട്ട് കാണാം.